തൊട്ടിയോ കെട്ടി സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് എൻസൈക്ലോപീഡിയ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എവിടെ നോക്കിയാലും സ്നാനം, മുങ്ങുക, മുക്കുക, ആമേൻ, നിമജ്ജനം ചെയ്യുക, ആഴ്ത്തുക എന്നുള്ള വാക്കല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു വ്യക്തി ദൈവത്തിന് സ്തോത്രം കർത്താവിൽ വിശ്വസിച്ച് അഥവാ ക്രിസ്തീയ സ്നാനത്തിന്റെ ദൈവത്തിന് സ്തോത്രം അതിന്റെ അടിസ്ഥാനം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ സ്നാനം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും അംഗീകരണത്തിന്റെ ശേഷം അവനവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും അകമേ ഉണ്ടായ അനുഭവത്തിന്റെ പുറമേ ഉള്ള ഒരു സാക്ഷ്യവും പരസ്യ പ്രഖ്യാപനവുമാണ് സ്നാനം എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആരാണ് സ്നാനപ്പെടേണ്ടത്? സ്നാനം മുക്കുക. അതല്ലാതെ ബൈബിളിലോ ചരിത്രത്തിലോ എൻസൈക്ലോപീഡിയോ മറ്റൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവവചനത്തെ കോട്ടിക്കളയുമെന്ന് ദൈവം അനുവദിക്കുന്നില്ല. അവന് ഭയങ്കരമായ ശിക്ഷ വേദപുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ ആരാണ് സ്നാനപ്പെടേണ്ടത്? അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊക്കെ മുതിർന്നവരാണോ സ്നാനം വെക്കേണ്ടത്? അല്ല ശിശുക്കളാണോ സ്നാനം വെക്കേണ്ടത്? വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? വേദപുസ്തകത്തിൽ മുതിർന്നവർ സ്നാനപ്പെടാൻ പറഞ്ഞിട്ടില്ല, ശിശുക്കൾ സ്നാനപ്പെടാൻ പറഞ്ഞിട്ടില്ല. മുതിർന്നവർ സ്നാനമെടുക്കുന്നുവെങ്കിൽ, ശിശുക്കൾ സ്നാനമെടുക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. പിന്നെ ആരാണ് സ്വീകരിക്കേണ്ടത്? മുതിർന്നവർക്കല്ല സ്നാനം, ശിശുക്കൾക്കല്ല സ്നാനം. പിന്നെ ആർക്കാണ് സ്നാനം? യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവരിയിൽ യാഗമായി തീർന്നത്, അവന്റെ പരിശുദ്ധ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ സഭയിൽ അംഗമാകുവാൻ മുതിർന്നവർക്കല്ല സ്നാനം കൊടുക്കേണ്ടത്. സഭയിൽ അംഗമാകുവാൻ ഒന്നിനും ഒരു വാക്ക് പോലും ഗ്രഹിക്കുവാൻ കഴിയാത്ത കൊച്ചുകുട്ടികൾക്കല്ല സ്നാനം കൊടുക്കേണ്ടത്. സ്തോത്രം. സ്നാനം യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് മാത്രം. ശിശു സ്നാനം തെറ്റാണ്. വേദപുസ്തകത്തിൽ സ്നാനം പറഞ്ഞിട്ടില്ല. ശിശുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് വ്യക്തമായി നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുക്കലേക്ക് വരും, അവരെ തടുക്കരുത്. ഇങ്ങനെയുള്ളവരാണല്ലോ ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ശിശുക്കൾ സ്നാനപ്പെടാതെ മരിച്ചുപോലെ അവർ എവിടെ? യേശു പറഞ്ഞു അവർ ദൈവരാജ്യത്തിൽ. സ്തോത്രം. ശിശുക്കൾ ദൈവരാജ്യത്തിന് അർഹതയുള്ളവരാണ്. പിന്നെ മുതിർന്നവർക്കാണോ? ഇല്ല, യേശു വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. ഒന്നാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് അനുഭവത്തോടനുബന്ധിച്ച് പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ആത്മനിറവിൽ പ്രസംഗത്തിന്റെ ഒടുവിൽ ആയിരക്കണക്കായ ജനങ്ങൾ പത്രോസ് തുടങ്ങിയ ദൈവദാസനോട് ചോദിച്ചു, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകും. സ്നാനപ്പെടുകയും പാപമോചനത്തിന്. സ്തോത്രം. സ്നാനം വിശ്വസിച്ചവർക്കാണ് സ്നാനം കൊടുത്തത്. അന്ന് തന്നെ വിശ്വസിച്ചവരുടെ വചനം കൈക്കൊണ്ട 3000 പേർ സ്നാനം സഭയോട് ചേർന്നു എന്ന് ദൈവജനങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതേ തുടർന്ന് ആയിരങ്ങൾ വ്യക്തിപരമായും കുടുംബങ്ങളായും ദൈവത്തിന്റെ സ്തോത്രം ധാരാളം ആയിരക്കണക്കായ ആത്മാക്കൾ ഒരുമിച്ചു കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കുടുംബങ്ങളായ സ്നാനമേറ്റവരുണ്ട്. സാമാനോസും കുടുംബവും, ക്രിസ്മസും കുടുംബവും, ലുദിയാലും കുടുംബവും, കാരാഗിര പ്രമാണിയും കുടുംബവും, ഇവരെല്ലാം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്ത സാക്ഷ്യം ദൈവവചനം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വ്യക്തിപരമായ ഷണ്ണൻ, ഐക്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ഷണ്ണൻ, ഒരു ഉന്നതനായ മനുഷ്യൻ, യെരൂശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ന്യായപ്രമാണം തുറന്ന് വായിക്കുമ്പോൾ തനിക്ക് സംശയാസ്പദമായ രീതിയിൽ അവൻ കർത്താവിനെ കുറിച്ച് വായിക്കുവാനിടയായി. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോഗം എത്രയ്ക്കുന്ന മുമ്പ് മിണ്ടാൾക്ക് നാടിനെ പോലെ എന്നുള്ള വേദഭാഗം വായിച്ചപ്പോൾ അവൻ സംശയം അവനിലുള്ളതായി. ഇതാരെ കുറിച്ച് പറയുന്നു? ഇത് തന്നെ കുറിച്ചാണോ മറ്റൊരുവരെ കുറിച്ചാണോ? യേശു കണ്ടു. തന്റെ ദാസനായ ഫിലിപ്പോസ് അയച്ചു പെട്ടെന്ന് പോകാം, ആ തേരോട് ചേർന്ന് നടക്കാം. ഓടിച്ചെന്ന് തേരോട് ചേർന്ന് നടന്നു. സംശയങ്ങൾ പരസ്പരം പങ്കിടന്നു. തേരിൽ കയറാൻ പറഞ്ഞു. തേരിൽ കയറി ആ വാക്യം വായിച്ചു കേൾപ്പിച്ചു. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസ്താവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സംസാരിച്ചു പോകുമ്പോൾ തന്നെ സംശയം തിരികെയാണ്. യേശുവിനുള്ള വിശ്വാസം തന്നെ ഉള്ളത്തിൽ ഉടലെടുക്കുകയാണ്. ഉടനെ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഷണ്ണൻ ചോദിക്കുന്നു, ഞാൻ യേശു വിശ്വസിക്കുന്നു, സ്നാനപ്പെടാൻ എന്തെങ്കിലും നടന്നുണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞില്ല, വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഉടനെ വെള്ളത്തിൽ ഇരുവരും ഇറങ്ങി സ്നാനമേറ്റു എന്നോട് വായിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം, വിശ്വസിക്കാത്തവർക്ക് സ്നാനം കൊടുക്കാൻ പാടില്ല.
പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടത് കരുത്തിൽ പിടിച്ചുകൊണ്ട് പിശാചിനെ ഞാൻ വെറുക്കുന്നു, വലയുടെ കരുത്തിൽ പുറകെ പിടിച്ചുകൊണ്ട് അവൻ യേശുവിനോട് ചേരുന്നു എന്ന് പറയുന്നത് ആ കുഞ്ഞിനൊന്നും അറിയില്ല. കുഞ്ഞിന് പറയാൻ അറിയില്ല, കേൾക്കാൻ അറിയില്ല, അതിന് ഗ്രഹിക്കാൻ അറിയില്ല. ഈ സ്നാനവുമായി കുഞ്ഞിന് ഒരു ബന്ധവുമില്ല. അത് തെറ്റാണ്. ദൈവവചനത്തിന് വിപരീതമാണ്. ദൈവവചനത്തെ കോട്ടിക്കളയിലാണ്. അതൊരിക്കലും ചെയ്യുവാൻ പാടില്ല. ഒരു ദൈവദാസന്മാരും ചെയ്യുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ശിശു സ്നാനമല്ല വേദോസ് പഠിപ്പിക്കുന്നത്, മുതിർന്ന സ്നാനമല്ല വേദോസ് പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം, വിശ്വാസ സ്നാനം. ആയിരങ്ങളിൽ നിന്നും കർത്താവായ യേശു വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുന്നു. ഇനി സ്നാനത്താൽ നമുക്ക് എന്താണ് അനുഗ്രഹം? വേദോസ് പഠിപ്പിക്കുന്നു, സ്വർഗ്ഗം നമ്മുടെ മേൽ തുറക്കപ്പെടുന്നു. മാത്രമല്ല നാം ദൈവത്തിന്റെ പ്രിയമക്കളായി തീരുന്നു. മൂന്നാമത് ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നാലാമത് പരിശുദ്ധാത്മാവാകുന്ന ദാനം നമുക്ക് ലഭിക്കുന്നു. അഞ്ചാമത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം വായിക്കുന്നത് ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനുള്ളിൽ നാം പ്രവേശിക്കുന്നു. ആറാമത് നാം യേശുവിനെ ധരിക്കുന്നു. ഏഴാമത് നാം യേശുവിനോട് ചേരുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങൾ വർണ്ണിക്കുവാൻ തീരാത്ത, വർണ്ണിച്ചാലും അവൻ മതിവരാത്ത ആത്മീകമായ ഗുണവിശേഷങ്ങൾക്ക് നമ്മൾ അർഹരായി തീരുകയാണ് സ്നാനത്താൽ. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലേ, സ്നാനം ഇത് രക്ഷയുടെ ദിവസമാണ്. ഇത് സുപ്രസാദകരമായ രക്ഷാ ദിവസമാണ്. നാം മാറി നിൽക്കേണ്ട കാര്യമില്ല. നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ മാറി നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആലോചന വൃതാവാക്കുന്ന മാറി നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുന്ന സമ്മതിക്കാതെ മാറി നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുവും തന്റെ രാജ്യത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും. സ്തോത്രം. അവന്റെ മുന്നിൽ രാജ്യത്തിൽ പങ്കാളികളാതിരുവാൻ, അവന്റെ രാജ്യത്തിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നാം സ്നാനപ്പെട്ടേ മതിയാവും. ഹല്ലേലൂയ. സ്തോത്രം. സ്നാനം ഒരു കളിവാക്കല്ല, ഒരു മനുഷ്യവാക്കല്ല. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് യാതൊരു വ്യക്തിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തി സ്നാനപ്പെടുന്നു. അപ്പോൾ സ്നാനം സ്വീകരിക്കാൻ ആരും ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ലയോ എന്ന് ചോദ്യം വരാം. എന്താ യേശുവിന്റെ ഒരു ഭാഗത്തിലുള്ള കള്ളൻ, ആ ക്രൂശിലെ കള്ളൻ എങ്ങനെയാണ് സ്നാനപ്പെട്ടില്ലല്ലോ? ഒന്ന് പറയട്ടെ, യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോയല്ലോ എന്ന ചോദ്യത്തിന് മറുത്ത ദൈവമായി പാലിക്കുന്നവരുടെ കർത്താവിനെ പഠിപ്പിക്കുന്നത്. നോക്കൂ, യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരാനാണല്ലോ സ്നാനം. അങ്ങനെയെങ്കിൽ ആ കള്ളൻ അക്ഷരീകമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളിയായി തീർന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ അവനും ക്രൂശിൽ മരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്, ആ കള്ളൻ യേശുവിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മരിച്ചുപോയി. മരണം നിയമത്തിൽ നിന്നും അവന് മോചനം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായി കാണുമല്ലോ. അവൻ തന്റെ വിശ്വാസത്തെ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചിരുമ്പോൾ എന്നെയും കൂടെ നീ രാജ്യത്വം പ്രാപിച്ചു എന്ന രാജാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വരുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് കൊള്ളണമെന്നുള്ള ആ വിശ്വാസത്തിന്റെ വചനം തന്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ അവൻ ജീവനെ വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തിൽ അവൻ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി. മൂന്ന്, യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഇന്നു നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് ലൂക്കോസ് 23:43 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. യേശുവിനോട് പറഞ്ഞ എങ്ങനെയാണ്? ഇന്നു നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. അപ്പോൾ ഈ കള്ളൻ, ആ ക്രൂശിലെ കള്ളൻ, യേശുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടതിനാൽ അവൻ പഴയ നിയമ ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ സ്വാഭാവികമായും പാതാളത്തിലെ പരദീസയിൽ നിന്ന് നമുക്ക് ദൈവത്തെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു മരിച്ചു പരദീസായിലേക്ക് പോയപ്പോൾ ഈ കള്ളനും പരദീസായിൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അവളോട് അവർക്ക് സുവിശേഷം പറഞ്ഞു. ബദ്ധന്മാരെ നിന്റെ കർത്താവ് ഉയരത്തിൽ കയറിയെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു. സ്തോത്രം. നാം മാതൃകയാക്കേണ്ടത് ക്രൂശിൽ മരിച്ച ആ ക്രൂശിക്കപ്പെട്ട കള്ളനെയല്ല. 30-ാം വയസ്സിൽ തന്റെ നല്ല യൗവനത്തിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവരി കൊലമരത്തിൽ യാഗമായിട്ടിരുന്ന യേശു വിശ്വസിക്കണം. അവൻ തന്നെ 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി മുങ്ങിയെന്ന് വായിക്കുന്നു. കള്ളനെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനത്രേ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏത് സഭയിൽ അംഗമായിരുന്നാലും ശരി, നീ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എങ്കിൽ നിനക്കൊരു വേർപാട് ആവശ്യമാണ്. നീ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എങ്കിൽ നിനക്ക് സ്നാനം ആവശ്യമാണ്. സ്നാനത്താൽ അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിനക്ക് സാധ്യമേ അല്ല. നിനക്ക് ഇഷ്ടം പോലെ സ്നാനപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. സ്നാനം മുങ്ങി തന്നെ എടുക്കണം. സ്നാനം വിശ്വസിച്ച് തന്നെ എടുക്കണം. സ്നാനപ്പെടുന്നതിന് നീ എന്തൊക്കെ ചെയ്യണം? വേദോസം പറയുന്നു, മാനസാന്തരപ്പെട്ട് വേണം സ്നാനം എടുക്കുവാൻ.